നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് കേട്ടിട്ടില്ലേ? ഇറാന്റെ തീക്കളിക്ക് ഇറാഖിൽ കയറി അടിച്ച് സൗദി അറേബ്യ. ഇറാന്റെ പ്രോക്സി രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുകയാണ്. ഹൂതി ഭീകരരെ ഇറക്കി സൗദിയുടെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ജോർദാനിലേക്കും ഒമാനിലേക്കും നിരന്തരം ഇറാൻ മിസൈലുകൾ തീതുപ്പി. ഒടുക്കം സഹികെട്ട് യുദ്ധക്കളത്തിലേക്കിറങ്ങി സൗദി അറേബ്യ. ഇറാനെ മുച്ചൂടും തീർക്കണമെന്ന ആഹ്വാനവുമായിട്ട് അറബ് രാജ്യങ്ങളും രംഗത്ത്. യുഎസിനൊപ്പം ചേർന്ന് സംയുക്ത ആക്രമണമാണ് സൗദി നടത്തിയത്. ഇറാഖിലെ ഇറാൻ പ്രോക്സികളെ കത്തിച്ച് ചാമ്പലാക്കി. ഇറാൻ പിന്തുണയുള്ള സായുധ സഖ്യമായ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിലെ 10 അംഗങ്ങൾ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. ആക്രമണത്തിന്റെ ദൃശ്യങ്ങളും സൗദി മാധ്യമങ്ങൾ പുറത്തുവിട്ടു. ഇറാഖിലെ ബസ്ര മേഖലയിൽ PMFന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് അൽ അറേബ്യ പുറത്തുവിട്ടിരിക്കുന്നത്. ഇറാനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഷിയകളുടെ സായുധ ഗ്രൂപ്പാണ് പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സ് അഥവാ അൽ ഹഷദ് അൽ ഷാബി. ഇറാഖിൽ നിന്ന് ഐസിസ് ഭീകരരെ തുരത്താൻ ഇറാഖ് ജനതയെ സഹായിക്കണമെന്ന് 2014 ഗ്രാൻഡ് ആയത്തുള്ള അലി അൽ സിസ്താനി ഫത്വ ഇറക്കിയതിനു പിന്നാലെയാണ് PMF രൂപീകരിക്കപ്പെട്ടത്. ഇറാഖിലാണ് ഈ ഗ്രൂപ്പെങ്കിലും ഇവർ ഇറാന്റെ പ്രത്യേകിച്ച് ആയത്തുള്ള അലി ഖമനേയുടെ കടുത്ത ആരാധകരും അനുയായികളുമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ചാടി ഇറങ്ങുന്ന പ്രധാന പ്രോക്സി കൂടിയാണ് PMF. കിഴക്കൻ ഇറാഖിലെ ഇറാൻ അനുകൂലികളുടെ കേന്ദ്രങ്ങളും ആയുധപ്പുരകളും ലക്ഷ്യമിട്ടാണ് US സൗദി സഖ്യം ആക്രമണം നടത്തിയത്. അമേരിക്കൻ സേനയ്ക്കും സൗദിയിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നടന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് ഈ നടപടിയെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇറാഖിൽ തിരിച്ചടിച്ചത് സ്വയം പ്രതിരോധിക്കാനാണെന്ന് സൗദി വ്യക്തമാക്കി. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ വീണ്ടും ആക്രമണം നടത്തിയാൽ കൂടുതൽ സൈനിക നടപടി സ്വീകരിക്കാൻ മടിക്കില്ല എന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകി. ഇറാഖിലെ നിർദ്ദിഷ്ട കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ രാത്രി കൃത്യമായ ആക്രമണം നടത്തി എന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഐക്യരാഷ്ട്രസഭ ചാർട്ടറിലെ ആർട്ടിക്കിൾ 51 പ്രകാരം അന്താരാഷ്ട്ര നിയമം അനുവദിക്കുന്ന സ്വയം രക്ഷാ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈനിക നടപടി സ്വീകരിച്ചതെന്ന് സൗദി മന്ത്രാലയം പറഞ്ഞു. റിയാദിലെയും രാജ്യത്തിന്റെ കിഴക്കൻ മേഖലയിലെയും പെട്രോളിയം കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാഖിൽ നിന്ന് തൊടുത്തുവിട്ട ഡ്രോണുകളെ തടഞ്ഞതായും സൗദി അറിയിച്ചു. ആക്രമണം ഇറാഖിന്റെ പരമാധികാരത്തിന് നേരെയുള്ള ലംഘനമാണെന്ന് PMF പ്രതികരിച്ചു. ഞങ്ങൾ ശക്തമായി സൗദിക്ക് നേരെ തിരിച്ചടിക്കുമെന്നും PMF വ്യക്തമാക്കി. എന്നാൽ ഇനി തീക്കളിയുമായി വന്നാൽ മുച്ചൂടും ചാമ്പലാക്കുമെന്ന് സൗദി മുന്നറിയിപ്പ് കൊടുത്തു. US സൈനികരെ ലക്ഷ്യമിട്ട് ഇറാൻ നടത്താനിരുന്ന അപ്രതീക്ഷിത ആക്രമണം വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെടുത്തിയെന്ന് US വെളിപ്പെടുത്തിയതിന് മണിക്കൂറുകൾക്കകമാണ് സൗദിയുമായി ചേർന്ന് ഇറാഖിൽ US ആക്രമണം നടത്തിയത്. ജോർദാനിലെ US സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയെന്ന് ഇറാനും വെളിപ്പെടുത്തി. ഇറാഖിലെ പ്രോക്സികളെ ഇറക്കി അറബ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നയിക്കുന്നത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ആണെന്ന് അമേരിക്ക ആരോപിച്ചു. ഇറാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ നിർത്തിവെച്ച് നയതന്ത്ര ചർച്ചകൾ പുനഃസ്ഥാപിച്ചിരിക്കുന്ന വേളയിലാണ് ഈ ആക്രമണങ്ങൾ നടന്നത്. ഇറാൻ അനുകൂല ഗ്രൂപ്പുകൾ ആക്രമണം തുടർന്നാൽ അമേരിക്ക ശക്തമായി തിരിച്ചടിക്കുമെന്ന് സെൻട്രൽ കമാൻഡിന്റെ മുന്നറിയിപ്പ്. അതായത് മേഖല മുഴുവൻ വളഞ്ഞാണ് ഇപ്പോൾ അമേരിക്കൻ സൈന്യം നിൽക്കുന്നത്. ഇറാൻ നടത്തിയ 30-ലധികം വ്യോമ ഡ്രോൺ ആക്രമണങ്ങൾക്ക് മറുപടിയായി കിഴക്കൻ ഇറാഖിലുടനീളമുള്ള ലോജിസ്റ്റിക്സ്, ആയുധ കേന്ദ്രങ്ങൾ എന്നിവ ആക്രമിച്ചതായിട്ടാണ് സെൻകോം പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. ഫെബ്രുവരിയിലും ഏപ്രിലിനും ഇടയിൽ ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങൾ US പൗരന്മാർക്കും സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ 600-ലധികം ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെന്നും സെൻകോം കൂട്ടിച്ചേർത്തു. തുടർച്ചയായുള്ള ഇറാഖിൽ നിന്നുള്ള ഈ ആക്രമണത്തിന് അവരുടെ പ്രോക്സികളെ അടിച്ചില്ലാതാക്കുക എന്നുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക കടന്നിരിക്കുന്നത്. എന്നാൽ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ടാണ് സൗദി ഇറാഖിലേക്ക് ആക്രമണം നടത്തിയത്. ഇത് വലിയൊരു ഘോര യുദ്ധത്തിലേക്ക് എത്തുമോ എന്നുള്ള ഒരാശങ്ക ലോകരാജ്യങ്ങൾക്കുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ എണ്ണ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തിരുന്ന 350 സർക്കാർ ജീവനക്കാർ കൊല്ലപ്പെട്ടതായിട്ട് സൗദി വ്യക്തമാക്കി. ഇറാൻ കിഴക്കൻ പ്രവിശ്യയിലെ എണ്ണ മേഖല ലക്ഷ്യമാക്കി അയച്ച ഒട്ടേറെ ആളില്ലാ വിമാനങ്ങൾ വ്യോമ പ്രതിരോധ സേന ആകാശത്ത് വെച്ച് തന്നെ തകർത്തതായി സൗദി പ്രതിരോധ മന്ത്രാലയ വക്താവ്
മേജർ ജനറൽ തുർക്കി അൽ മൽക്കി അറിയിച്ചു. ഇറാഖ് അതിർത്തി പ്രദേശത്ത് നിന്നാണ് ഭീകര സംഘങ്ങൾ ഡ്രോണുകൾ വിക്ഷേപിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. മേഖലയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാക്കാൻ സൗദി അറേബ്യ ആഗ്രഹിക്കുന്നില്ലെന്നും എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിച്ചാൽ രാജ്യത്തിന്റെ പരമാധികാരവും പൗരന്മാരുടെ ദേശീയ ആസ്തികളുടെയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് സൗദി ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അനുയോജ്യമായ സമയത്തും സ്ഥലത്തും തിരിച്ചടിക്കാൻ സൗദി അറേബ്യയ്ക്ക് പൂർണ്ണ അവകാശമുണ്ടെന്നും അൽ മൽക്കി കൂട്ടിച്ചേർത്തു. ഇതിനിടെ ജോർദാനിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇറാന്റെ ആക്രമണം അത് ശക്തമായിരിക്കുകയാണ്. അമേരിക്ക ആക്രമണം നിർത്തിവെച്ചതിന് ശേഷം അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്ന ആദ്യ ആക്രമണമാണിത്. അമേരിക്കൻ സേനയുടെ നിയമവിരുദ്ധവും ക്രൂരവുമായ ആക്രമണങ്ങൾ തുടരുന്നിടത്തോളം കാലം പ്രതിരോധം തുടരുമെന്ന് IRGC പ്രസ്താവനയിൽ വ്യക്തമാക്കി. അമേരിക്കയുടെ ഭീഷണികളും തങ്ങളുടെ താൽപര്യങ്ങൾക്കെതിരെയുള്ള നിയമവിരുദ്ധ ഇടപെടലുകളും അവസാനിപ്പിക്കണമെന്നും IRGC പറഞ്ഞു. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലെ പരമാധികാരം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചതോടെ മേഖല വീണ്ടും വലിയൊരു സൈനിക ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ 3 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതായിട്ട് ഇറാൻ അറിയിച്ചിട്ടുണ്ട്. മുന്നറിയിപ്പുകളെ അവഗണിച്ച് അനധികൃത പാതയിലൂടെ മുന്നോട്ടു പോയ കപ്പലുകളെയാണ് വെടിവെപ്പിലൂടെ തടഞ്ഞതെന്നും അനധികൃതമായി ഹോർമുസിൽ ഇടപെടാനുള്ള US-ന്റെ ശ്രമങ്ങൾക്ക് മറുപടി നൽകുമെന്നും ഇറാൻ റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. എന്നാൽ കപ്പലുകൾ ആക്രമിച്ചാൽ ഇറാൻ നേരിടാൻ പോകുന്നത് വലിയ തിരിച്ചടികളായിരിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് കൊടുത്തു. ഇതിനിടെ ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനായി ഗൾഫ് രാജ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി പുതിയ പദ്ധതി ഇറാനുമായുള്ള ചർച്ചയിൽ സമർപ്പിച്ച് ഒമാൻ. ഇറാൻ ഒറ്റയ്ക്ക് മേഖലയെ നിയന്ത്രിക്കുന്നതിന് പകരം ഹോർമുസിന്റെ തീരത്തുള്ളതും ഈ പാത ഉപയോഗിക്കുന്നതുമായ ഗൾഫ് രാഷ്ട്രങ്ങൾ ചേർന്ന് സംയുക്തമായി കടലിടുക്ക് കൈകാര്യം ചെയ്യണം എന്നാണ് ഒമാൻ മുന്നോട്ട് വെച്ച ഫോർമുല. പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമമായ അൽ ജസീറയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കപ്പൽപാത വിവിധ രാജ്യങ്ങൾ ചേർന്ന് നിയന്ത്രിക്കുകയും ആവശ്യമുള്ളവർക്ക് ഫീസ് ഈടാക്കി കടന്നുപോകാൻ അനുമതി നൽകുകയും ചെയ്യുന്ന മലാക്ക കടലിടുക്കിന്റെ മാതൃകയിലാണ് ഒമാൻ ഈ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ഹോർമുസ് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ഒമാൻ വിദേശകാര്യ മന്ത്രി നേരത്തെ തന്നെ പരസ്യമായി പ്രഖ്യാപിച്ച ഫോർമുലയാണ് ഇത്. ഇറാൻ പക്ഷേ ഇക്കാര്യം പൂർണ്ണമായി സ്വീകരിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. സമാന്തര പാത ആവശ്യം തള്ളി. അതേസമയം ഒമാൻ തീരത്തോട് ചേർന്ന് കപ്പലുകൾക്ക് കടന്നുപോകാൻ താൽക്കാലികമായി സമാന്തര പാത തുറന്നു നൽകാം എന്ന മറ്റൊരു നിർദ്ദേശം ഇറാൻ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ഇതിനിടെ വിവിധ ആക്രമണ സംഭവങ്ങളെ ചൊല്ലി ഇറാൻ കൂടുതൽ അയൽ രാജ്യങ്ങളുമായി തർക്കത്തിലാകുന്നത് മേഖലയിലെ യുദ്ധഭീതിയും പ്രതിസന്ധിയും കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. സൗദി അറേബ്യ ഇറാഖിലേക്ക് കയറി അടിച്ചതോടെ ഇറാന്റെ പ്രോക്സികളെ കത്തിച്ച് ചാമ്പലാക്കിയതോടുകൂടി ഇപ്പോൾ കലിയിളകി നിൽക്കുകയാണ് IRGC രംഗത്തേക്ക് വന്ന് സൗദിയെ വെല്ലുവിളിച്ചിരിക്കുന്നത് അമേരിക്കയുടെ കൂട്ടുപിടിച്ചുള്ള ഈ തീക്കളി സൗദിക്ക് നല്ലതിനല്ല എന്നാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. ഹൂതികളെ സൗദിക്ക് നേരെ ഇറക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഇറാന്റെ ഭീഷണിയിലൂടെ തന്നെ പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്നാൽ ഹൂതികളെ ഇറക്കി സൗദിയെ ആക്രമിക്കാനുള്ള ഇറാന്റെ ഏതൊരു നീക്കത്തെയും വലിയ രീതിയിൽ തിരിച്ചടി നൽകുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. ആക്രമണത്തിലൂടെയാണ് ഇറാനെ ഇപ്പോഴത്തെ ചർച്ചകളിലേക്ക് എത്തിച്ചത് എന്ന അവകാശവാദവുമായിട്ട് നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. 13 രാത്രികൾ നീണ്ട ആക്രമണം ഇല്ലായിരുന്നുവെങ്കിൽ ഇറാൻ ഇപ്പോൾ ചർച്ചയ്ക്ക് സമ്മതിക്കില്ലായിരുന്നു എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു വെച്ചത്. ഈ ആക്രമണങ്ങളിൽ 60 പേർ കൊല്ലപ്പെടുകയും 670 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യം ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സംഘർഷത്തിൽ അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾക്കില്ലെന്നും നിലവിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതി എന്നുമാണ് ഇറാന്റെ പക്ഷം. അമേരിക്കയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള ആദ്യ ഉപാധി ലബനനിൽ നിന്നുള്ള ഇസ്രയേൽ പിന്മാറ്റമാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് മൊജ്തബ ഖമനേയി വ്യക്തമാക്കുന്നു. ഇതിനിടെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഗതി തീരുമാനിക്കുന്ന നിർണായക സന്ദർശനത്തിനായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിൽ എത്തിയിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപ് നടത്തിയ കൂടിക്കാഴ്ചയെ ഇറാൻ പക്ഷേ സംശയത്തോടെയാണ് കാണുന്നത്. ഇറാനിൽ കൂടുതൽ ആക്രമണങ്ങൾ പ്രഹരങ്ങൾ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് നെതന്യാഹു എത്തിയതെന്നാണ് IRGC വാദിക്കുന്നത്. ഈ യുദ്ധം ഈ ഗുരുതരമായ രീതിയിലേക്ക് മുൻപോട്ട് പോകുകയാണെങ്കിൽ ഈ യുദ്ധം കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നിലവിൽ US-ഉം ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരുന്ന യുദ്ധത്തിലേക്ക് സൗദിക്കും ഇറങ്ങേണ്ടി വന്നിരിക്കുകയാണ്. കാരണം അവരുടെ പരമാധികാരത്തിന് മേലെ ഇറാൻ പ്രോക്സികളെ ഇറക്കി ആക്രമണം നടത്തുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ സൗദിക്ക് കഴിയില്ല. സൗദിക്ക് നേരെ വീണ്ടും ഇറാൻ ആക്രമണങ്ങളുമായി രംഗത്തേക്ക് വരികയാണെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങളൊക്കെ ഇറാന് നേരെ തിരിയും. ഇതൊരു വലിയ യുദ്ധമായി പരിണമിക്കുമോ എന്നുള്ളതാണ്
ഒരു വലിയ ഭയം. വാഷിംഗ്ടണിന്റെ UN അംബാസഡർ ജൂലൈ 27 വ്യക്തമാക്കിയത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾക്ക് വീണ്ടും ഒരു അവസരം നൽകാൻ ആഗ്രഹിക്കുന്നുവെന്നാണ്. ഇറാന്റെ അഭ്യർത്ഥന പ്രകാരം സൗഹാർദ്ദപരമായ ചർച്ചകൾ നടക്കുകയാണെന്ന് ട്രംപ് തന്നെ പ്രസ്താവന ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ പ്രസ്താവനയെ തള്ളിക്കളഞ്ഞ ടെഹ്റാൻ ചർച്ചകൾക്ക് അഭ്യർത്ഥിച്ചത് വാഷിംഗ്ടൺ ആണെന്ന് ഔദ്യോഗിക വാർത്താ ഏജൻസിയായ തസ്നീം വഴി വ്യക്തമാക്കി. എന്നാൽ ഇരു വിഭാഗങ്ങളും തമ്മിൽ മാറി മാറി ചർച്ചകൾ നടത്തിയിട്ടും വലിയ പുരോഗതികൾ കാണുന്നില്ല എന്നുള്ളതാണ് ലോകരാജ്യങ്ങളെ ആശങ്കപ്പെടുത്തുന്നത്. ഒമാനി ജലപാതയിലൂടെ ഒരു പുതിയ കപ്പൽ ചാൽ കൊണ്ടുവരാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അതായത് ഹോർമുസിന് ബദലായിട്ടൊരു പാത കൊണ്ടുവരാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. ഹോർമുസിൽ പിടിയമർത്തിക്കൊണ്ടാണ് ലോകരാജ്യങ്ങളെ മുഴുവൻ ഇറാൻ ഇപ്പോൾ വിറപ്പിക്കുന്നത്. ഇതിന് ഒരു തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടി സമാന്തരമായ മറ്റൊരു പാതയാണ് അമേരിക്കയുടെയും അറബ് രാജ്യങ്ങളുടെയും തലയിൽ ഉദിച്ചിരിക്കുന്നത്. എന്നാൽ അതിന് അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ച് ഇറാൻ നിൽക്കുന്നു. തങ്ങളുമായി ഏകോപനം നടത്താത്ത കപ്പലുകളെ ലക്ഷ്യമിടുകയും ആക്രമിക്കുകയും ചെയ്യും എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. അതായത് ഏത് കപ്പൽ ചാലിലൂടെ കപ്പലുകൾ കടന്നുപോയാലും തങ്ങൾ ആക്രമിക്കും എന്നുള്ള ധാർഷ്ട്യം ഇറാൻ പുറത്തെടുക്കുന്നു. ഹോർമുസിൽ ഇറാന്റെ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ്. ആർട്ടിക്കിൾ 5 നടപ്പാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ അന്തിമമാക്കുന്നതിന് ടെഹ്റാനും മസ്കറ്റും സാങ്കേതിക ചർച്ചകൾ തുടരുന്നുണ്ട്. പ്രോക്സികളെ ഇറക്കി അറബ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം എത്രയും പെട്ടെന്ന് നിർത്തിവെക്കണം എന്നുള്ള ആവശ്യമാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇതിന് തയ്യാറായില്ലെങ്കിൽ തീക്കളിയുമായി മുന്നോട്ട് പോകാനാണ് ഇറാന്റെ ശ്രമമെങ്കിൽ IRGCയെയും ടെഹ്റാനെയും ഭൂമുഖത്ത് തന്നെ ഇല്ലാതാക്കും എന്നാണ് അമേരിക്കയുടെ വെല്ലുവിളി.